മഴ ലഭിക്കുമെന്ന് കണക്കൂട്ടി നമ്മൾ ഏപ്രിൽ മാർച്ച് മാസങ്ങളിലേക്ക് വേനൽക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങിയിരുന്നു. മഴ കൃത്യമായിട്ട് കിട്ടിയില്ല എങ്കിലും ആ വൈദ്യുതി മടക്കി കൊടുക്കണം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ ഇത്രയും ഒരു പറന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. മഴയാണ് എല്ലാത്തിനും കാരണം. ഇത്രയും മഴ കുറയുമെന്ന് ആരെങ്കിലും വിചാരിച്ചതാണോ? അല്ല, ഇപ്പൊ പിന്നെ എല്ലിനോ കൂടി വന്നല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും വൈദ്യുതി നിയന്ത്രണം തുടരും. അങ്ങനെ അവസാനം സമ്മതിച്ചു. UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് തന്നെ നിയമസഭയിൽ തുറന്നു പറച്ചിൽ നടത്തി. വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് ഏവർക്കും അറിയുന്നതാണല്ലോ. വൈദ്യുതി ലഭ്യതയും വൈദ്യുതി ആവശ്യകതയും തമ്മിൽ വലിയ അന്തരമുണ്ടായ ഒരു സാഹചര്യത്തിലാണ് നിയന്ത്രണം വേണ്ടി വന്നത്. മഴയുടെ ലഭ്യത കുറവ് മൂലം സംസ്ഥാനത്തെ സംഭരണ ശേഷിയുള്ള ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് സാരമായി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ മൊത്തത്തിൽ കുറ്റം ഏറ്റെടുക്കാനുള്ള ഒരു മടി കൊണ്ടായിരിക്കും മഴയുടെയും എൽനിനോ പ്രതിഭാസത്തിന്റെയും തലയിൽ വെച്ച് രക്ഷപ്പെടാൻ മന്ത്രി ശ്രമിച്ചത്. ദുർബലമായ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാരണമാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നതെന്നും എൽനിനോയെ തുടർന്ന് ഉഷ്ണതരംഗം ഉയർന്നത് വൈദ്യുതിയുടെ ആവശ്യകത കൂട്ടുകയും അത് വൈദ്യുതി ക്ഷാമം ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്തുവെന്നാണ് മന്ത്രിയുടെ വാദം. ജൂൺ മാസത്തിൽ മഴയുടെ ലഭ്യതയിലുണ്ടായ കുറവ് അംഗീകരിക്കാം. പക്ഷേ ഒരു മാസമായിട്ടും ആവശ്യത്തിനനുസരിച്ച് വൈദ്യുതി ഉറപ്പാക്കാൻ സർക്കാർ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ UDF സർക്കാരിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് അതെല്ലാം കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. എല്ലാവരും ലോഡ് ഷെഡിംഗ് കാലങ്ങളിലേക്ക് പോകാൻ തയ്യാറായിക്കൊള്ളൂ എന്ന ധ്വനിയാണ് സണ്ണി ജോസഫിന്റെ വാക്കുകളിലുണ്ടായിരുന്നത്. പിന്നെ പലപ്പോഴായി ഇവർ ലോഡ് ഷെഡിംഗ് നടത്തിയത് ഉപഭോക്താവിന് യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ്. ഇപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള ഏറ്റുപറച്ചിൽ നടത്തിയെന്ന് മാത്രം. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് കഴിഞ്ഞ ദിവസം റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു. ജൂലൈ മുതൽ ഡിസംബർ വരെ വൈദ്യുതി വാങ്ങാം. റെഗുലേറ്ററി കമ്മീഷൻ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കുകയും ചെയ്തു. ഉത്തരവിൽ KSEB വിമർശിക്കുന്നുമുണ്ട്. സോളാർ വൈദ്യുതി ശേഖരിക്കാനുള്ള BESS പദ്ധതി വൈകുന്നുവെന്നാണ് കമ്മീഷന്റെ വിമർശനം. പദ്ധതി നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതിയുടെ വിവരം KSEB സമർപ്പിച്ചില്ലെന്നും റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നു. ലാഭകരമായ ദീർഘകാല കരാറുകളിലേക്ക് പോകുന്നതിന് പകരം ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള കരാറിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. അതായത് യൂണിറ്റിന് ശരാശരി 9.16 രൂപ എന്ന നിരക്കിൽ. ഈ പുതിയ വൈദ്യുതി നിരക്ക് പരിഷ്കരണത്തിലൂടെ ഉണ്ടാകുന്ന ഈ ബാധ്യത ഉപഭോക്താവിലേക്കും എത്തും. അതായത് വൈദ്യുതി ബില്ല് കുതിച്ചുയരും. സണ്ണി ജോസഫ് ഇവിടെ മഴയില്ലാത്തതുകൊണ്ട് വൈദ്യുതി ഇല്ല എന്ന് പറയുമ്പോൾ മുരളീധരൻ പഴിച്ചതും മഴയെ തന്നെയാണ്. പകർച്ചവ്യാധികളുടെ വ്യാപനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നില്ല എന്നായിരുന്നല്ലോ ആരോഗ്യമന്ത്രിയുടെ വാദം. അല്ല, അപ്പോൾ മഴ കുറഞ്ഞതാണോ കൂടിയതാണോ ഇവിടെ പ്രശ്നം? അത് പിന്നെ രണ്ടും UDF സർക്കാരിന് പ്രശ്നമാണ്. എന്തായാലും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് സർക്കാരിന് പഴിചാരാൻ മഴയെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതിന് എന്തിന്റെയൊക്കെ മേൽ കുറ്റം ചാർത്തുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം.